ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. മുട്ടയും റവയും ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇതിനു വേണ്ടി 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പഞ്ചസാരയും മുട്ടയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കാപ്പൊടിയാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് റവ ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം 1 കപ്പ് റവ ചേർത്ത് നോക്കാം. ആവശ്യമെങ്കിൽ വീണ്ടും റവ ചേർക്കാം. ആദ്യം 1 കപ്പ് റവ ചേർത്ത് ഈ ഒരു മുട്ടയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയായിട്ടുള്ള നെയ്യാണെന്നുണ്ടെങ്കിൽ ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ലൂസാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതിലേക്ക് റവ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ നെയ്യ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് ലൂസാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. കാരണം നമ്മുടെ ബാറ്റർ കുറച്ച് കട്ടിയായിട്ടാണ് വേണ്ടത്. ഒരുപാട് ലൂസാവാൻ പാടില്ല. നമുക്ക് ഈ ഒരു ബാറ്റർ കൈകൊണ്ട് എടുത്ത് എണ്ണയിൽ ഇടാൻ പറ്റണം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വീണ്ടും ആവശ്യമെങ്കിൽ മാത്രം റവ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മാവ് കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് വരും. ഇതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് കുറച്ചുകൂടി ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ആദ്യം ഒരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണ നന്നായി ചൂടായതിനു ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് വേണം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് മാവ് കയ്യിലെടുത്ത് ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തീ നന്നായിട്ട് കുറച്ച് വെക്കണം. റവയായത് കൊണ്ട് തന്നെ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അതേപോലെ കുറച്ചധികം സമയം എടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ തീ കുറച്ച് വെച്ച് ഇതിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3-4 നമുക്ക് ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ മുഴുവൻ മാവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കളറെല്ലാം മാറി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാൻ അതിൻ്റെ ഉൾഭാഗം ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിൽ കുറച്ചൊരു സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.